ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ആശയം ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ആകെ പരിഭ്രമത്തിലാണ്. അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ വാർത്ത ഇതാണ്: സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഒരു കാലത്തും മാറ്റാൻ സാധിക്കുകയില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പോലും പെൻഷൻ മാറ്റിവെച്ച ശമ്പളമാണ് എന്ന്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? പെൻഷൻ എന്നത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചു മാറ്റിവെച്ച് കൊടുക്കേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് മാറ്റിവെച്ചിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ അത് പെൻഷനല്ല, ശമ്പളം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം സ്കൂളിലും കോളേജിലുമൊക്കെ ഏറെക്കുറെ സൗജന്യമായി പഠിപ്പിച്ചു വിട്ടവർ, അവർക്ക് സർക്കാർ ജോലി കൊടുത്തു. അവർ 30-35 വർഷം ശമ്പളം വാങ്ങി. അത് കഴിഞ്ഞ് അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതിയും ക്ഷാമബത്തയും കാലാകാലങ്ങളിലുള്ള പരിഷ്കരണവും അടുത്ത 35-40 വർഷം വരെ വാങ്ങുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ജീവിത ദൈർഘ്യം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു 45-50 വർഷം ഈ ശമ്പളം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സമൂഹം പോകും. കാരണം ഈ വാദം അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ മാറ്റിമറിക്കാൻ ഒക്കുകയില്ല എന്ന സ്ഥിതി വരും. അപ്പോൾ ഇവിടെ വേണ്ട പരിഹാരം എന്താണ്? സാധാരണ ജനങ്ങൾ ഈ വാദത്തിൽ പെട്ടുപോകരുത്. അവർ ചോദ്യം ചെയ്യണം, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സുപ്രീം കോടതിയുടെയും മുകളിലാണ് ജനങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരുകളും പാർലമെൻറ്റുമാണ്. ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രമാണ് സുപ്രീം കോടതിയുടെ ചുമതല, അതല്ലെങ്കിൽ കോടതികളുടെ ചുമതല. അതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ ഈ കോടതികളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുകയാണ്. ഇന്നത്തെ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വ്യവസ്ഥ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്, അത് കാലഹരണപ്പെട്ടതാണ്, അത് ഈ രീതിയിൽ തുടരാനൊക്കുകയില്ല. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി അങ്ങേയറ്റം മോശമാണ്. അതുകൊണ്ട് ഇത് പരിഷ്കരിക്കുക തന്നെ വേണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കുമാവില്ല. നമ്മുടെ കേരള സർക്കാർ ഇതിനെ സംബന്ധിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വ്യവസ്ഥ അവസാനിപ്പിച്ച് ഞങ്ങൾ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറുകയാണ് എന്ന് കാര്യകാരണ സഹിതം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയെ, കേരള ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ അതിൽ കോടതി ഇടപെടുകയേയില്ല. കാരണം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർക്കറിയാം, നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട പാർലമെൻറ്റിനും നിയമസഭയ്ക്കുമാണ്. അതുകൊണ്ട് ദയവായി ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ വീണു പോകാതിരിക്കുക. എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോടും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ശമ്പളം വാങ്ങികളോടും പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്: ഇത്തരം ഓലപ്പാമ്പുകൾ കാട്ടി സാധാരണ ജനങ്ങളെ ദയവായി പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സുപ്രീം കോടതി തന്നെ അതിൻ്റെ എത്രയോ വിധികൾ മാറ്റി എഴുതിയിട്ടുണ്ട്. പഴയ വിധിക്ക് നേരെ
വിപരീതമായ വിധിയുമായി വന്നിട്ടുണ്ട്. കാരണം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഓരോ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ്. അപ്പോൾ ഇത് കല്ലച്ചിൽ തീർത്ത ഒരു പ്രത്യേക ഒരു സംഹിതയൊന്നുമല്ല ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥത്തിൽ 5 അല്ലെങ്കിൽ 7 വർഷം മാത്രമേ ഈ പെൻഷൻ കൊടുക്കേണ്ടി വരികയുള്ളൂ എന്ന ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങി വച്ച ഒരു സംഗതിയാണ് അത്. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ 2004 വരെ നമ്മുടെ കേന്ദ്ര സർക്കാർ പോയി. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇത് 2014 ആണ് തുടങ്ങിയത്. ഇപ്പോൾ സംസ്ഥാനം അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ വരെ ഏകദേശം 29,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിട്ടുള്ളതിൽ നിന്ന് 17,000 കോടി ഇപ്പോൾ ഈ 4 മാസത്തിനിടയിൽ എടുത്തിരിക്കുകയാണ്. ഇനിയുള്ള മാസങ്ങളിൽ എടുക്കാതെ നിവൃത്തിയില്ല. ഈ എടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇത് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ രീതിയിൽ ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിന് ഒരു കാലത്തും മുന്നോട്ട് പോകാനൊക്കുകയില്ല. കാരണം ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടമെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ്. പക്ഷെ നമുക്കത് പറ്റിയില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പിരിക്കേണ്ട നികുതി പിരിക്കേണ്ട സമയത്ത് പിരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ചുമത്തേണ്ട ഫീസുകൾ ചുമത്തേണ്ട സമയത്ത് ചുമത്തി വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും പരാജയപ്പെട്ടു. എന്നാൽ ചുരുക്കേണ്ട ചിലവുകൾ ചുരുക്കേണ്ട സമയത്ത് ചുരുക്കിയോ അതില്ല താൻ. അതിന് പകരം കടമെടുത്തുള്ള ഈ ചിലവ്, ഇത് നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യമായ ഒരു പരിണിതിയാണ്. ഇപ്പോൾ വിഭവ സമാഹരണത്തിനായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒക്കുകയില്ല. കാരണം വർഷങ്ങളായി കുറഞ്ഞ നികുതി ഭാരത്തിൽ അതിൽ തഴക്കം വന്ന ജനങ്ങളോട് ഒരു ദിവസം വിഭവ സമാഹരണം നടത്തണം, കൂടുതൽ നികുതി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിലപ്പോകുന്ന കാര്യമല്ല. മാത്രവുമല്ല, മൊത്തം വരുമാനത്തിൻ്റെ 64% വെറും ജനസംഖ്യയുടെ വെറും 5% വരുന്ന ശമ്പളക്കാരും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ശമ്പളം വാങ്ങുന്നവരും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ അധാർമികമായ അനീതിപരമായ ഒരു വ്യവസ്ഥയെ താങ്ങി നിർത്താനുള്ള യാതൊരു ഉത്തരവാദിത്വവും സാധാരണ ജനങ്ങൾക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തവും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ സമൂഹത്തിന് ആകമാനം സംതൃപ്തി നൽകുന്നതുമായ ഒരു പെൻഷൻ വ്യവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള അവകാശമുണ്ട്. അതിനാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ആശയം ഞാൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ദയവായി ചിന്തിക്കൂ. ചിന്തിക്കാതെ ഒരു തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. 300-400 വർഷം നിലവിലിരുന്ന ജാതി വ്യവസ്ഥയും മരുമക്കത്തായ വ്യവസ്ഥയും തീണ്ടി കൂടായ്മയും ഒക്കെ മാറിയില്ലേ? അതൊക്കെ അന്നത്തെ നിയമത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നതാണ്. പക്ഷേ ജനങ്ങൾ ചിന്തിച്ച് അവയൊക്കെ അധാർമികവും അനീതിയുമാണെന്ന് കണ്ട് അതിനെ തിരുത്തി, അതിനെ പൊളിച്ച് പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന പുതിയ ആശയം നടപ്പിലാവുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഈ ശമ്പളം കൊടുപ്പ് വ്യവസ്ഥ കേരള സമൂഹത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യും. കാരണം ഈ വ്യവസ്ഥ അതേപടി നിലനിർത്തുന്നതിന് വേണ്ടി, താങ്ങി നിർത്തുന്നതിന് വേണ്ടി എത്രമാത്രം കടമെടുത്താലും സാധിക്കുകയില്ല. നമുക്കറിയാമല്ലോ, സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട 1600 രൂപ പെൻഷൻ, അതിൻ്റെ മൂല്യം യഥാർത്ഥത്തിൽ 1303 രൂപ മാത്രമാണ്. കാരണം 2021 ആണ് അത് 1600 വർദ്ധിപ്പിച്ചത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും 3000-3500 കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരള സർക്കാരിന് അത് കഴിയുന്നില്ല.
അതിനുവേണ്ടി പെട്രോളിൻ്റെയും മദ്യത്തിൻ്റെയും മേൽ സെസ് ഏർപ്പെടുത്തി. പക്ഷേ ആ സെസ് ഏർപ്പെടുത്തി കിട്ടിയ വരുമാനം എവിടെ പോയി? അതും ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാറ്റിവെച്ചു. കാരണം ഈ ശമ്പളവും പെൻഷനും കൊടുക്കാതിരിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയില്ല. ആർട്ടിക്കിൾ 360 വകുപ്പ് പ്രകാരം ശമ്പളം, പെൻഷൻ, പലിശ എന്നീ ഏറ്റുപോയ ചെലവുകൾ, കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ നടത്താൻ ഒരു സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അതിനെ പിരിച്ചുവിടാനുള്ള അധികാരം ഭരണഘടനാപരമായി കേന്ദ്രത്തിനുണ്ട്. ഈ ഡെമോക്രസീസിൻ്റെ വാൾ നമ്മുടെ സർക്കാരിൻ്റെ തലയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ കടമെടുത്ത് ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്താണ് പറയുന്നത്? കേന്ദ്രം തരുന്നില്ല, കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കൂടുതൽ കടമെടുത്താൽ അതോടുകൂടി പലിശ ചെലവ് കൂടും. അപ്പോൾ പലിശ ചെലവും ശമ്പള ചെലവും പെൻഷൻ ചെലവും ഏകദേശം മൊത്തം വരുമാനത്തിൻ്റെ 84% കൊണ്ടുപോവുകയാണ്. പിന്നെ ബാക്കിയുള്ളത് വെറും 16% മാത്രം. അതാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി എന്ന് പറയുമ്പോഴും സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ, ചെറുകിട വിൽപ്പനശാലകളിൽ സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ കാര്യമായി ലഭ്യമല്ല. അതുപോലെ തന്നെ സർക്കാർ ഏകദേശം 75,000 കോടി രൂപയോളമാണ് പല മേഖലകളിലായി കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക. 60,000 കോടിയോളം വരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ശമ്പളക്കാരുടെയും കുടിശ്ശിക. അവർ അതിനുവേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 4%, ഒരുപക്ഷെ 2%, 4% DA ക്ഷാമബത്ത കേന്ദ്രം പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്ഷാമബത്ത കുടിശ്ശിക 22%. അപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു പരിഗണനയല്ല. അവരെന്താണ് പറയുന്നത്? അതൊക്കെ സർക്കാരിൻ്റെ ജോലി, ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ പിടിച്ചു വാങ്ങിയതാണ്, ഞങ്ങൾ വിലപേശി വാങ്ങിയതാണ്, അത് ഞങ്ങൾക്ക് തന്നേ തീരൂ. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ടത് അവരാണ്. അവർ വേണമെങ്കിൽ യൂണിയൻ ഉണ്ടാക്കി അതിനു വേണ്ടി പോരാടിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള വർഗസമരാധിഷ്ഠിത വിലപേശലാണ് നടക്കുന്നത്. നീതിയുടെ അടിസ്ഥാനത്തിൽ പൊതുവിഭവങ്ങൾ പങ്കിടുന്ന ഒരു ആശയം ഇവിടെ നിലവിലില്ല. അതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ മുന്നോട്ട് വെക്കുന്നത്. പൊതുഖജനാവിൽ പരിമിതമായ പൊതുവിഭവങ്ങളുടെ മേൽ എല്ലാവർക്കും അവകാശമുണ്ട്. വൃദ്ധജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ഖജനാവിൽ നിന്നാണ്, ആ പരിമിതമായ വിഭവങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് ഒരു കൂട്ടർ കൂടുതലായി വർഗസമരാധിഷ്ഠിത വിലപേശലിലൂടെ ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നത് കുറഞ്ഞു പോകും. ഇത് അനീതിയാണ്, അധർമ്മമാണ്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പെൻഷൻ വ്യവസ്ഥ അധാർമികവും അനീതിയും യുക്തിസഹവുമല്ലെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു പെൻഷൻ വ്യവസ്ഥയുമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളും സാമ്പത്തിക പശ്ചാത്തലവും കണക്കിലെടുത്ത് ആവശ്യാധിഷ്ഠിതമായി പെൻഷൻ നൽകാനുള്ള അവകാശവും കടമയും അധികാരവും സമൂഹത്തിൽ നിക്ഷിപ്തമാണ്. അതിൻ്റെ മുകളിൽ ആ ഒരു സമൂഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ യാതൊരു അധികാരവും പ്രയോഗിക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല. ഈ വസ്തുത മനസ്സിലാക്കി ഞാൻ അഭ്യർത്ഥിക്കുന്നത് വ്യവസ്ഥകളെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന വ്യവസ്ഥയ്ക്ക് പകരം ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ നടപ്പിലാകുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക.
ആസാ പെപ്രയുടെ വെബ്സൈറ്റിൽ 40 ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ദയവായി വായിച്ച് മനസ്സിലാക്കുക. അത് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കാര്യങ്ങൾ മാറ്റാൻ കഴിയും. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഈ ശമ്പളം വാങ്ങികളും വളരെയധികം ശക്തരാണ്, അതെനിക്കറിയാം. പക്ഷേ അവരുടെ ശക്തി ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം ജനങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനാവുന്നത്. വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നതും തിരുത്തിയും പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നുമാണ് സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ആശയം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിലെ ഒരേ ഒരു വിഷയം പെൻഷൻ വ്യവസ്ഥയുടെ സമൂലമായ പരിഷ്കരണമാണ്. ഞാൻ ഒരു കാര്യം മുൻകൂട്ടി പറയുകയാണ്. നിലവിലുള്ള വ്യവസ്ഥ അതേപടി നിലനിർത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കനത്ത നികുതി ഭാരം ജനങ്ങളെ കാത്തിരിക്കുന്നു. കാരണം കടമെടുപ്പിന്മേൽ കർശന നിയന്ത്രണം വന്നു കഴിഞ്ഞു. നികുതി പിരിക്കാൻ വേണ്ടി ഇറങ്ങാനാവില്ല. പക്ഷേ നികുതി പിരിച്ചേ മതിയാവൂ എന്ന സ്ഥിതിയിലേക്ക് സർക്കാർ വന്നു കഴിഞ്ഞാൽ കനത്ത നികുതി ഭാരം തന്നെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.